ഇറക്കി വീട്ടിൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നാ വഴിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാതക്കയെന്നാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഉണ്ടോ? മനസ്സിലായി. പിന്നെ ഞാൻ ആ വീട്ടിലൊരു വീട്ടിലും പോയിട്ടില്ല. രാത്രി 2:30 ആയപ്പോൾ അവിടെ വന്ന്. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ എല്ലാ മനുഷ്യരെയും സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഷൈനിയുടെയും 2 പെൺമക്കളുടെയും മരണം. അവര് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത്. അതും തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് മുറുക്കി പിടിച്ച്, ആ കുഞ്ഞുങ്ങളുടെ അമ്മേനെ മുറുക്കി പിടിച്ചിരിക്കുക എന്നാണ് ആ സീൻ കണ്ട ആളുകൾ പറയുന്നത്. അത്രയും മുറുക്കി പിടിച്ച് ആണ് മരണം അടുത്തേക്ക് വന്നപ്പോൾ അവരങ്ങനെ ഇരുന്നത്. അത്രയും അവർ സഹിച്ചതിൻ്റെ ഒരു ഇതാണ് അവർ അങ്ങനെ ഒരു മരണത്തിലേക്ക് വരാനുള്ള കാരണം. ഭർത്താവിൻ്റെ ക്രൂരമായ മർദ്ദനം, ഈ സ്ത്രീക്ക് യാതൊരു ഇളവും കൊടുക്കാതെ അവരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭർത്താവ്. ഈ 2 പെൺമക്കളെ കൂടാതെ ഒരു മകനുണ്ട്. മകനെ ഇയാളുടെ കൂട്ടത്തിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. പെൺമക്കള് ഷൈനിയുടെ കൂടെ. ഷൈനി 8-9 മാസമായിട്ട് ഷൈനിയുടെ വീട്ടിലാണെന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത്. ഷൈനി ഒരു BSc നേഴ്സാണ്. ഷൈനിയെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ ജോലിക്ക് വിടാതെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി ഈ സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സഹികെട്ട് വീട്ടിലും വെളിയിലേക്ക് ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള തീരുമാനത്തിൽ, ഇവള് BSc നേഴ്സാണല്ലോ ഷൈനിയ, താന് ആ ഭാഗത്തുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ചെന്ന് മുട്ടാത്ത വാതിലുകളില്ലെന്ന്. പക്ഷേ ഇവിടെയെല്ലാം തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനായ ഒരു ബോബി എന്നു പേരുള്ള അച്ഛന്, ആ അച്ഛന് പള്ളിയിലെ ഒരു മെയിൻ ആളെങ്ങാണ്ടാണ്, ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അങ്ങനെയാണ് പറയുന്നത്. ആ ഫാദർ ഈ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ ഷൈനിയുടെ ജോലി കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് 10-12 വർഷമായിട്ട് ഷൈനി ജോലിക്ക് പോകാത്തതുകൊണ്ട് എക്സ്പീരിയൻസിൻ്റെ ഇതിൽ അവർ 1 കൊല്ലം ഫ്രീ ആയിട്ട് വന്ന് ജോലി ചെയ്താൽ, കോട്ടയത്തുള്ളൊരു മെയിൻ ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞത്, ആ ഹോസ്പിറ്റലിൽ 1 വർഷത്തോളം താൻ ഫ്രീ ആയിട്ട് വന്ന് ജോലി ചെയ്താൽ പിന്നെ ജോലി കിട്ടാമെന്ന് പറയുന്നു. ഈ ഫ്രീ ആയിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ 2 കുഞ്ഞുങ്ങളെയും വളർത്തുന്നത്? അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കാനോ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസയോ ഇല്ല. അങ്ങനെ ആകെ ഒറ്റപ്പെട്ടു ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് മരണത്തിലേക്ക് ഇവരെ നയിച്ചേക്കുന്നത്. ഇവനൊക്കെ എന്തൊരു ദുഷ്ടനാണ്. ഈ പെണ്ണിൻ്റെ പരമാവധി ഈ പെണ്ണിനെ പിഴിഞ്ഞ് ഊറ്റിയെടുത്ത 3 മക്കളെ അവൻ്റെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവന് വെറും ചണ്ടിയായി ഈ സ്ത്രീ. എന്നാൽ അവൾക്കൊരു ജോലിയുണ്ട്, ആ ജോലിക്ക് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. തൻ്റെ അടിമപ്പണിക്ക് വേണ്ടിയിട്ട് നിർത്തി അവൻ കള്ളു കുടിച്ചിട്ട് വന്നു കഴിയുമ്പം മർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഴ് വസ്തുവാക്കി മാറ്റിയിരിക്കുകയായിരുന്നു ഈ സ്ത്രീയെ. ഇവനൊന്നും ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശേഷി ഇല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് കല്യാണം കഴിച്ച് ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത്? അവൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അവളുടെ മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചാണ് ഇവൻ്റെ കൂടെ കല്യാണം കഴിച്ചതിന് ശേഷവും ഇവൻ ജോലിക്കൊന്നും വിടാതെ അടിമയാക്കി വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഫാദർ പള്ളിയിലച്ഛനെന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ആ കുപ്പായം അതിനോട് ഒക്കെ ഒരു ബഹുമാനമുണ്ട്. പക്ഷേ ഇത് അവർക്കൊരു അപമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇയാൾ ഓസ്ട്രേലിയങ്ങാണ്ടാണ്. മലയാളികളെല്ലാം കൂടെ ഇയാളെ കണ്ടം വഴി ഓടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പള്ളിയിലച്ഛൻ്റെ ആവശ്യം ഇല്ല. കാരണം അയാൾ അതിനുള്ള അർഹനല്ല. എത്രയോ പേര് ആ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, അതുപോലെ തൻ്റെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ സജ്ജമാക്കുന്നു. അങ്ങനെയുള്ള ഓരോ നല്ല കാര്യങ്ങൾ ആവശ്യർക്കും അനാഥർക്കും എല്ലാം ആശ്രയമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പള്ളിയിലച്ചന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇയാൾ തൻ്റെ അനിയന് ഉണ്ടായിരിക്കുന്ന കുടുംബം, അനിയനെ പറ്റി, അനിയൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ മദ്യപാനം അങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ഉപദേശിച്ച് നേരായ വഴിക്കൂടെ നയിക്കാനുള്ളതിന് വന്നു കയറിയ ആ സ്ത്രീയുടെ നേരെ മെക്കിട്ട് കയറുകയും ഇയാൾ തനിക്ക് കിട്ടാത്ത കുടുംബജീവിതം അനിയന് കിട്ടിയതിനുള്ള അസൂയ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പും ഇങ്ങനെ ഉള്ള നീച പ്രവർത്തികൾ ചെയ്യുകയില്ല, കൂട്ടു നിൽക്കുകയില്ല. അതും പള്ളിയിലച്ഛനാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു മനുഷ്യന്, ഒരു മത പുരോഹിതന്, അയാളാണ് ഈ രീതിയിലുള്ള പണികൾ കാണിച്ചു കൊടുത്തേക്കുന്നത്. ഇവനെ അതിനു വേണ്ടിയിട്ടുള്ള പ്രേരണ ഏൽപ്പിച്ച്
എന്നാ ഇങ്ങനെ ഈ സ്ത്രീയുമായിട്ട് ഉടക്കുണ്ടാക്കാനുള്ള മെയിൻ കാരണം ഈ അച്ഛനാണ്. തനിക്ക് കിട്ടാത്ത കുടുംബജീവിതം അനിയന് കിട്ടണ്ടെന്നുള്ള അസൂയയാണ് ഒന്നാമത്തെ കാരണം. അല്ലെങ്കിൽ അങ്ങനെ കാണിക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ഈ ലോഹ ഇട്ടിരിക്കുന്നത്? ആ ലോഹ അഴിച്ചു മാറ്റിയിട്ട് ഇയാൾക്ക് പോയി വിവാഹം കഴിച്ചുകൂടായിരുന്നോ? വെറുതെ ഒരു സ്ത്രീയുടെ പ്രതീക്ഷകൾ, ആ 2 കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോഴത്തേക്കിന് എന്ത് ഓമനത്തമുള്ളൊരു മുഖമാണ് ആ കുട്ടികളെ കാണുമ്പം ആ വാർത്ത കേൾക്കുമ്പം തന്നെ നമുക്ക് എന്താണെന്നറിയില്ല, മനസ്സിന് ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യർക്കും അത് കാണാനോ കേൾക്കാനോ പറ്റുന്ന ഒരു ന്യൂസല്ല. അവരെന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കൾ ആ മോന് എങ്ങനെയെങ്കിലുമൊക്കെ വളരും, ഒരു ആൺകുട്ടിയാണല്ലോ എന്നുള്ളത് അറിയാം. പക്ഷേ ഒരമ്മയില്ലാതെ ഈ 10ഉം 12ഉം വയസ്സൊക്കെയുള്ള പെൺകുട്ടീനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ലാത്ത കാലമാണ്. അതുകൊണ്ടായിരിക്കാം ആ മക്കളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് പോയേക്കുന്നത്. കുട്ടികൾക്കും തങ്ങളുടെ അമ്മയുടെ അവസ്ഥയും ഞങ്ങളുടെ ജീവിതവും എങ്ങനെയാണെന്ന് ഉള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും അറിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ട്രെയിൻ അടുത്തേക്ക് വന്നപ്പോൾ ആ സൗണ്ട്, ആ ഭീകരമായ മരണം അടുത്തേക്ക് വരുമ്പോൾ ഒരു നിമിഷം പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ചാടി പോകേണ്ടതായിരുന്നു. ഇതിപ്പം 3 പേരും ഒരുപോലെ. ആ മക്കള് എങ്ങനെയാണ്, അമ്മയ്ക്ക് അതിനുള്ള ധൈര്യം ഒക്കെ ശക്തിയൊക്കെ ഉണ്ട്. അത്രയും പ്രായം 43 45 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പം തൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് വേണ്ട എന്ന് തോന്നും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്കും ആ ഒരു ധൈര്യം എവിടുന്ന് കിട്ടിയെന്നാണ് മനസ്സിലാകാൻ പറ്റാത്ത ഒരു കാര്യം. കാരണം തൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. അമ്മയില്ലാത്ത ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ അത്രയും സ്ട്രോങ് ആയിട്ട് ഞങ്ങളെ നോക്കുന്ന ഒരു അച്ഛനായിരുന്നെങ്കിൽ ഒരു പക്ഷേ മക്കള് അതിന് മുതിരുകയില്ലായിരുന്നു, അമ്മേനെയും ഇതിന് പ്രേരിപ്പിക്കുകയില്ലായിരുന്നു. ഇതിപ്പം 3 പേരും ഒരുപോലെയാണ് ഈ ആത്മഹത്യയിലേക്ക്. നമ്മളൊക്കെ കാണാൻ ചിലർ മക്കൾ അറിയാതെ ആയിരിക്കും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മക്കളെയും കൂടെ കൊലയ്ക്ക് വേണ്ടിയിട്ട് വിഷമോ എന്തെങ്കിലും മക്കൾ അറിയാതെയാണ് ഭക്ഷണത്തിൽ എന്തെങ്കിലും രീതിയിൽ കൊടുക്കുന്നത്. പക്ഷെ ഇത് മക്കളും അറിഞ്ഞ് ആ ഒരു അത് കേൾക്കുമ്പം തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. അത്രയും സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു വാർത്തയാണ് അത്. പറയാൻ പറ്റുന്നില്ല, അതുപോലെ ഒരു കാര്യമാണ്. കാരണം ആ സ്ത്രീയെ അനുഭവിച്ച് ഇവനെയൊക്കെ ഒരിക്കലും വെറുതെ വിടരുത്. ഒരു കാരണവശാലും ഇവനെ പുറത്തിറക്കരുത്. ഇവനും എന്താണ് വേദനയെന്നും വിഷമങ്ങളും എന്താണെന്ന് അവനൊക്കെ അനുഭവിച്ച് മരിക്കണം. ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കേണ്ടത്. ഒറ്റയടിക്ക് മരിക്കുകയല്ല ചെയ്യേണ്ടത്. അത്രയും നീച പ്രവൃത്തിയാണ്. തൻ്റെ ഇത്രയും കാലം കൂടെ കഴിഞ്ഞ സ്ത്രീയെ, തൻ്റെ 3 മക്കളെ പ്രസവിച്ച സ്ത്രീയെ, ആ 2 മക്കളും കൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവന് വേറെയും കല്യാണം കഴിക്കാം എന്നൊക്കെയായിരിക്കും. ഇവനൊരു എന്തോ ഒരു എന്നാ ഇവൻ്റെ പേരിലൊരു അല്ല, ആ ഷൈനിയുടെ പേരിൽ എന്തോ ഒരു LIC എന്തോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നോമിനി ആയിട്ട് ഇവൻ്റെ പേരാണ് വെച്ചേക്കുന്നത്. അപ്പം കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ട്. കാരണം അവളുടെ പേരിലെടുത്തു. ആകെ 3 അടവെങ്ങാണ്ടേ അടച്ചിട്ടുള്ളൂ. പിന്നെ അടവ് അടച്ചിട്ടില്ല. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അടച്ചതായിരിക്കാം. അതിന് ശേഷം അതും അവൻ്റെ പേരിൽ നോമിനിയാക്കി അവൻ്റെ പേരാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ തുക ഇവന് കിട്ടുമെന്നുള്ള ഒരു ഇതിലായിരിക്കാം എടുത്തേക്കുന്നത്. അതിന് മുതിരുകയില്ല. കാരണം അവൻ അങ്ങനത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ആക്രമിച്ചു എന്നാണ് ഈ ഷൈനിയുടെ മാതാപിതാക്കൾ പറയുന്നത്. നമുക്ക് ഷൈനിയുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ കൊടുത്ത് അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കാണ് ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ SI സർക്കിളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുവായത്. അന്ന് രാത്രിയിൽ ഇയാൾ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ടാകും കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ല. ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി ഉണ്ടെന്നേ, അതൊക്കെ കഴിഞ്ഞാ പോയി. ഷൈനിയുടെ ഫാദർ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. രാവിലെ മുതൽ
ഉം, ഭയങ്കര മർദ്ദനമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവരറിയുന്നില്ല. അയൽവക്കംകാർ വിളിച്ചു പറഞ്ഞ് ഇവർ പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയതാണോന്ന് അത് ചിലപ്പോൾ നമ്മുടെ ധാരണകൾ തെറ്റായിരിക്കാം. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. ആ ഷൈനിക്ക് വീട്ടിൽ വന്നപ്പം ഒരു ആശ്വാസം തോന്നിയിട്ടില്ലാത്തത് കൊണ്ടാണോ ഇവിടുന്ന് ഇനിയും പുറത്തിറങ്ങി? ഭർത്താവിൻ്റെ അടുത്തൊന്നും കിട്ടുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്നും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഒരാങ്ങളയുണ്ടെന്ന് പറയുന്നു, ആങ്ങളമാരുണ്ടെന്ന് പറയുന്നു, അപ്പനുണ്ട്, അമ്മ വയ്യാത്തതാണ്. അപ്പനും ആങ്ങളമാരും കൂടെ വേണ്ടുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാഞ്ഞിട്ടാണോ, ആകെ മൊത്തത്തിലാകെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വന്നപ്പോഴാണോ ഈ ഷൈനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ തോന്നാം? കാരണം അവിടോ ഇല്ല ഇവിടോ ഇല്ല, സ്വന്തം വീട്ടിൽ പോലും ഒരു സപ്പോർട്ടായിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ബാധ്യതയില്ല, ഞങ്ങൾ നീയും മക്കളും വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബാധ്യതയില്ല എന്നൊരു വാക്ക് പറയാത്തത് കൊണ്ടാണോ മിക്ക വീടുകളിലും സംഭവിക്കുന്നത്? കാരണം കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ, ആങ്ങളമാരും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ, പിന്നെ പെങ്ങൾ വന്ന് കുറച്ച് നാൾ നിൽക്കുമ്പോൾ അവിടെ അതും മക്കളും കൂടി ഇത്രയും പ്രായമുള്ള 10-12 വയസ്സുള്ള പെൺകുട്ടികളുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മുറുമുറുപ്പുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു മുറുമുറുപ്പുകൾ ഉണ്ടായിട്ടാണോ അത്? ഞാനും ചിന്തിച്ചേക്കുന്നത്, നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല, ഉറപ്പറിയത്തില്ല, ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടും കൂടെ ഇല്ലാതെ വന്ന ആകെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്കാണോ പോയതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടും ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും പോയത് പോയി. ഇനിയിപ്പം നമ്മളൊന്നും എന്തോരം പറഞ്ഞിട്ടും അവരെ തിരിച്ചു കിട്ടുന്നില്ല. പക്ഷേ നീതി നടപ്പിലാക്കണം. ഒരിക്കലും ഈ നോബി എന്ന് പറഞ്ഞവന് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അവനെ പൂട്ടണം. അല്ലെങ്കിൽ വീണ്ടും ഇവൻ നാളെ വേറെ വിവാഹം കഴിച്ച് ചിലപ്പം BSc നേഴ്സ് ആണെങ്കിൽ നാളെ ചിലപ്പം ഡോക്ടറെ ആയിരിക്കും ഇവൻ ഏതെങ്കിലും രീതിയിൽ വശത്താക്കി വീഴ്ത്തുന്നത്. ആ പെണ്ണിനും ഇതേപോലെ അവളെ വേണ്ടുന്ന രീതിയിൽ വിനിയോഗിച്ച് കഴിയുമ്പോൾ, ചണ്ടിയായി മാറിക്കഴിയുമ്പോൾ, ഇതുപോലുള്ള ഈ ഷൈനിയെ പോലെയുള്ള അവസ്ഥ ഇവൻ വീണ്ടും വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവൻ ഇത് ആവർത്തിക്കും. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും അവനെ നിയമം നല്ല രീതിയിൽ തന്നെ ഇവന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം.